നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടനെ ലഭിക്കാൻ പോകുന്നതായ ചില ശുഭ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് മുൻപിൽ പുതുതായി തുറന്നു ലഭിക്കാവുന്ന അവസരങ്ങളെക്കുറിച്ചും ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ ആ സന്ദേശത്തെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ പരമശിവനെ വന്ദിക്കുക. ഓം നമശിവായ എന്ന കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. അതല്ല എങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവത അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ നാമങ്ങൾ കമന്റ് ബോക്സിൽ ഏവരും ഒരു നിമിഷം രേഖപ്പെടുത്തി വന്ദിക്കുവാൻ ശ്രമിക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിനായി തുടക്കം കുറിച്ചിട്ടുണ്ട് എങ്കിൽ അതൊരു വീടാകാം, അല്ലെങ്കിൽ പുതുതായി നിങ്ങൾ ആരംഭിക്കുവാൻ പോകുന്നതായ ഒരു സംരംഭമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ടതോ നിങ്ങൾ വാങ്ങുവാൻ വളരെയധികം ആഗ്രഹിക്കുന്നതായ ഒരു വസ്തുവോ ആകാം, അല്ലെങ്കിൽ ഒരു യാത്രയ്ക്കായുള്ള ഒരുക്കത്തിലോ ആണ് നിങ്ങൾ എങ്കിൽ എന്ത് കാര്യമാണോ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ അല്ലെങ്കിൽ ആരംഭിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുന്നത് എങ്കിൽ ആ കാര്യം ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും, നിങ്ങൾക്ക് ലക്ഷ്യം കാണുവാൻ സാധിക്കും എന്നാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന ആ സന്ദേശം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല കാര്യമാണ് എങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആലോചിക്കുവാൻ ഓർക്കുവാൻ ഇഷ്ടപ്പെടാത്ത ഒരു മോശം കാര്യമാണ് എങ്കിലും അത് അപ്രതീക്ഷിതമായാണ് ജീവിതത്തിൽ പലപ്പോഴായി സംഭവിച്ചിട്ടുള്ളത് എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. മുൻപുള്ള ജീവിതത്തിലോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ജീവിതത്തിലോ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് കൂടുതലായും സംഭവിച്ചിട്ടുള്ളത്. അതായത് അപ്രതീക്ഷിതമായി ആരാലും പ്രതീക്ഷിക്കാതെയാണ് അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത് എന്ന് കാണുവാൻ സാധിക്കുന്നു. കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ കടന്നു വന്നിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. സുഖം സന്തോഷം അനുഭവിക്കുവാൻ നിങ്ങളിൽ പല വ്യക്തികൾക്കും കഴിഞ്ഞിട്ടില്ല എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. ചെറുപ്പം മുതലേ നിങ്ങൾക്കൊപ്പം ഉള്ളവർക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെടുന്നതായ വ്യക്തികൾ തന്നെയായിരുന്നു നിങ്ങൾ. ആ ഒരു കഷ്ടപ്പാടിൽ തന്നെയാണ് നിങ്ങളിൽ പലരും ഇപ്പോഴും തുടരുന്നത് അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നത് എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജിയാണ് കണ്ടിട്ടുള്ളത്. നിങ്ങൾക്ക് സമയം അനുകൂലമാകുന്നു എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. അതിനാൽ ക്ഷമയോടെ നിങ്ങൾ കാത്തിരിക്കുക. വന്നു ചേരുന്നതായ ആ ശുഭകരമായ കാര്യങ്ങൾക്ക് നന്ദി പറയുക. മറ്റുള്ളവരുടെ സ്നേഹം ബഹുമാനം നിങ്ങളിലേക്ക് എത്തിച്ചേരും. നിങ്ങളിൽ കൂടുതൽ യാത്രയുമായി ബന്ധപ്പെട്ട ഒരു എനർജി കാണുവാൻ സാധിച്ചിട്ടുണ്ട്. വിദേശയാത്ര അല്ലെങ്കിൽ മറ്റ് യാത്രകൾക്കായുള്ള ശ്രമങ്ങൾ നടത്തുന്നവരാണ് നിങ്ങൾ എങ്കിൽ അത് വിജയം കാണും എന്ന കാര്യവും പ്രത്യേകം പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അപ്രകാരമാണ് കാണുവാൻ സാധിക്കുന്നത്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കാത്തിരിപ്പുണ്ട്. ആ കാത്തിരിപ്പ് അഥവാ നിങ്ങളുടെ ആ കാത്തിരിപ്പ് അവസാനിക്കുന്നു എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. ചില കാര്യങ്ങൾക്കായി പരിശ്രമിച്ച വ്യക്തികളാണ് നിങ്ങൾ. അത്തരത്തിലൊരു കാര്യവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലം കാത്തിരിക്കുന്നു എങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് അനുകൂലമായി തീരാൻ പോകുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കും എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. സാമ്പത്തികപരമായുള്ള കാത്തിരിപ്പിലുമാണ് നിങ്ങൾ. സാമ്പത്തികം നിങ്ങൾ കാത്തിരിക്കുന്നു. പല കാര്യങ്ങളിലും പ്രതീക്ഷ വച്ച് പുലർത്തുന്നുമുണ്ട് എന്ന് കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു. ദുഃഖങ്ങൾ ഒഴിഞ്ഞ് സന്തോഷവും സമാധാനത്തിലും ഉള്ള കാത്തിരിപ്പിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു ജീവിതം നിങ്ങൾ സ്വപ്നം കാണുന്നതുമാണ്. വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടുള്ള ആ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ആ ദുഃഖങ്ങൾ ഒഴിഞ്ഞ് നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ജീവിതം കടന്നു വരണം എന്ന് നിങ്ങൾ സ്വപ്നം കാണുന്നു, കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ നിങ്ങളുടെ കാത്തിരിപ്പിന് ഒരു അവസാനം ഉണ്ടാകുന്നതായി കാണുന്നുണ്ട്. നിങ്ങൾ കാത്തിരിക്കുന്നതായ കാര്യങ്ങൾക്ക്
ശുഭകരമായ അവസാനം തന്നെയാണ് വന്നു ചേരുക എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങൾക്കോ നിങ്ങളുടെ വാക്കുകൾക്കോ പ്രവൃത്തികൾക്കോ വലിയ സ്ഥാനം പലരും നൽകുന്നില്ല എന്നത് നിങ്ങളുടെ വിഷമങ്ങൾക്ക് പ്രധാനപ്പെട്ടതായ ഒരു കാര്യം തന്നെയാകുന്നു. വേണ്ടപ്പെട്ടവർ പോലും നിങ്ങൾക്ക് അർഹിക്കുന്നതായ പരിഗണന നൽകാത്തത് നിങ്ങൾക്ക് പല വിധത്തിലും വിഷമങ്ങൾ തകർന്നു പോകുന്നതായ സാഹചര്യം പോലും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരല്പം മാറ്റത്തിലേക്ക് കടക്കുന്നു എന്നും കാണുവാൻ സാധിക്കുന്നു. കാരണം മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം കടന്നു വരാൻ പോകുന്നു, ഭാഗ്യം നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി തീരാൻ പോവുകയാണ്. പോസിറ്റീവായ സമീപനങ്ങൾ, പോസിറ്റീവായ മാറ്റങ്ങൾ നിങ്ങൾക്ക് ആർജിക്കുവാൻ സാധിക്കുകയും അത് നിങ്ങളുടെ ഭാഗത്തു നിന്നും പല കാര്യങ്ങളിലും ഉണ്ടാവുകയും ചെയ്യും എന്നും കാണുവാൻ സാധിക്കുന്നു. തടസ്സങ്ങളെ മറികടക്കുവാൻ സാധിക്കും. ചില വ്യക്തികളോട് നിങ്ങൾക്ക് വളരെയധികം ദേഷ്യമോ വൈരാഗ്യമോ വച്ച് പുലർത്തുന്നുണ്ട്. അവർ നിങ്ങളോട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതോ അല്ലെങ്കിൽ ഒരിക്കലും സഹിക്കാൻ സാധിക്കാത്തതായ ചില കാര്യങ്ങളോ ചെയ്തിട്ടുള്ളവരാകുന്നു. അതിനാൽ അവരോട് പൊറുക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യം പോലും നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നുമുണ്ട്. എന്നാൽ അത്തരം വ്യക്തികളോടുള്ള നിങ്ങളുടെ ദേഷ്യം, മനസ്സിലുള്ള ആ വിഷമം, വൈരാഗ്യം എന്നിവ കുറഞ്ഞു വരുന്നതായി കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കും പ്രകടമാകുന്നു. മുൻപുണ്ടായിരുന്ന അത്രയും ദേഷ്യം ഇപ്പോൾ നിങ്ങൾക്കില്ല. അതിനാൽ തന്നെ നിങ്ങളോട് ചെയ്തതായ തെറ്റുകൾ ക്ഷമിക്കുവാൻ നിങ്ങൾ തയ്യാറായി നിൽക്കുന്നതായി കാണുന്നു എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. ചില കാര്യങ്ങൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പല അഭിപ്രായങ്ങളും നിങ്ങളുടെ മുൻപിലേക്ക് എത്തുന്നതാണ്, അല്ലെങ്കിൽ എത്തിയിട്ടുണ്ടാകാം. അത് നിങ്ങൾ ചെയ്യാൻ പോകുന്നതായ ചില പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ എടുത്തതായ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുമാകാം. അത് പ്രതികൂലമോ അനുകൂലമോ ആയ അഭിപ്രായങ്ങളാകാം. അതിനാൽ എന്ത് ചെയ്യണം, ഏത് സ്വീകരിക്കണം, ഏത് തള്ളിക്കളയണം എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കാത്ത സങ്കടം നിങ്ങളുടെ മനസ്സിലുണ്ട്. അത്തരത്തിൽ ഒരു വിഷമം നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നും ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ കാര്യം അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്താൽ തെറ്റാകുമോ, തിരിച്ചടിയാകുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമോ ശരിയാകുമോ എന്ന ആശങ്ക നിങ്ങൾക്കിടയിലുണ്ട് എന്നതാണ് വാസ്തവം. എന്നാൽ ഭഗവാന്റെ സന്ദേശം വളരെ വ്യക്തം തന്നെയാണ്. അതായത് എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ളത്, എന്താണ് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പ്രവർത്തിക്കുവാൻ പറയുന്നത്, ആ കാര്യം പ്രവർത്തിച്ചോളൂ എന്നാണ് സന്ദേശം. നിങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്ന കാര്യങ്ങളിൽ പലർക്കും രണ്ടഭിപ്രായങ്ങളുണ്ട്. അനുകൂലിക്കുന്നവരും വിമർശിക്കുന്നതുമായ ആളുകൾ ഉണ്ടാകാം. നിങ്ങൾ പറയാൻ പോകുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് എങ്കിൽ, അഥവാ നിങ്ങൾ ചെയ്യാൻ പോകുന്നതായ ആ കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ആത്മവിശ്വാസം വച്ച് പുലർത്തുന്നു എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി തന്നെ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും. എന്നാൽ വളരെ ശ്രദ്ധിച്ചെടുത്ത തീരുമാനങ്ങളായിരിക്കണം എന്നുള്ളതാണ്. നിങ്ങളിലേക്ക് ആത്മവിശ്വാസവും ധൈര്യവും പകർന്നു നൽകുന്നു എന്നാണ് ഈ സന്ദേശത്തിലൂടെ കാണുവാൻ സാധിക്കുന്നത്. മറ്റുള്ളവർക്ക് ആത്മവിശ്വാസം, ധൈര്യം പകർന്ന് കൊടുക്കുവാൻ സാധിക്കുന്ന വ്യക്തികളായി തന്നെ നിങ്ങൾ മാറിയിട്ടുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹമുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. ഭഗവാന്റെ കടാക്ഷം, സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ട അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യണം,
അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലുമുള്ള പല വിധത്തിലുള്ള ആശങ്കകൾക്ക് പരിഹാരം ഭഗവാനായി തന്നെ നിങ്ങൾക്ക് നൽകും എന്നും കാണുവാൻ സാധിച്ചിട്ടുള്ളതാകുന്നു. നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ ചില മാർഗങ്ങൾ നിങ്ങൾക്ക് സ്വയം കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ചില വഴികൾ വന്നെത്തുവാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ അത്തരം അവസരങ്ങൾ നിങ്ങളിലുണ്ട് എന്നതാണ് വാസ്തവം. അതിനാൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. നിങ്ങൾക്ക് പല കാര്യങ്ങളിലും വിജയം അത് മുൻപ് പരാമർശിച്ച കാര്യങ്ങളിലാണ് എങ്കിൽ പോലും കണ്ടെത്തുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളുണ്ട് എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. ഈ സമയം ചില തെറ്റിദ്ധാരണകൾ നിങ്ങൾക്ക് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് വന്നു ചേരുകയോ അല്ലെങ്കിൽ മറ്റു ചിലർക്ക് നിങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണകളുണ്ട്. അത് മനസ്സിനെ വളരെയധികം വിഷമിപ്പിക്കുന്നതായ സാഹചര്യവും ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കണം എന്ന പ്രാർത്ഥനയും നിങ്ങളുടെ ഭാഗത്തു നിന്നുമുണ്ട് എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. നിങ്ങളിൽ പലർക്കും അത്തരത്തിലൊരു അനുഭവമുണ്ട്. അത്തരം കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നതായും കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ടതായ കാര്യം പോസിറ്റീവായി ഇരിക്കുക എന്നുള്ളതാണ്. ശുഭ പ്രതീക്ഷകളോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് സന്ദേശം. നെഗറ്റീവായ ചിന്തകൾ ബാധിക്കാതെ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയിൽ അടിയുറച്ച് വിശ്വസിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയെ അല്ലെങ്കിൽ ഭഗവാനെ മുറുകെ പിടിക്കുക. നിങ്ങൾക്ക് പല അവസരങ്ങളിലും നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യവുമായി ബന്ധപ്പെട്ട് വ്യക്തമായ സൂചനകൾ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നാണ് ഇവിടെ കാണുവാൻ സാധിച്ചിട്ടുള്ളത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകും. ക്ഷമയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങണം.